സൂര്യൻ ഇങ്ങനെ അങ്ങോട്ട് ഉദിച്ച് വന്ന അതുപോലെ എണീക്കാത്ത ഞാനിന്ന് പുലർച്ചയ്ക്ക് കോഴി കൂവുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകാം. പിന്നെ ഇതാണ് നമ്മുടെ ഹോം ടൗൺ കേട്ടോ. അങ്ങനെ ബസ്സിൽ വെയിറ്റ് ചെയ്യണം ബീച്ച് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 മണിയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി. ഇത് പോണത് മാവൂർ വഴിക്കാണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് കാണിക്കുന്നത് മാവൂർ ഗോളിയാർ ആൻഡ് റയോൺസിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു കാട് മൂടിയിട്ടൊരു രസം. കുറേ കാലം ഇതിലൊക്കെ ഒന്ന് യാത്ര ചെയ്തിട്ട്, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു എന്തൂസിയാസം, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കാലത്ത് എൻ്റെ എല്ലാം വരുന്ന ഒരാളുടെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പോകുന്ന വഴിക്കൊന്ന് ബീച്ചിലും കൂടെ പോവാം. നമ്മൾ ഒരു 3 മണി 4 മണിയാകുമ്പോൾ ബീച്ചിലെത്തി. മക്കളിങ്ങനെ എൻജോയ് ചെയ്യാണ് കടലായിട്ട്. അധികം ഇറങ്ങാൻ അയാൾ അയച്ചില്ല. അയാൾ അങ്ങടും പോയിട്ട് വഴക്ക് പറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക്. നമുക്ക് എത്ര സങ്കടം ഉണ്ടെങ്കിലും ഒന്ന് കടൽ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് കണ്ട നമ്മുടെ സ്ഥിരം ഈ കടൽ കാണാൻ പോയാൽ ഒരു ഐശ്വര്യതൊക്കെ കഴിക്കാതെ എങ്ങനെയാണ്. നല്ല എരിവൊക്കെ ഇട്ടിട്ട് നല്ല ചില്ലായിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഇതാ ചിന്നമുട്ട, കാടമുട്ടയുടെ ഫ്രൈ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷെ ഒരു പ്ലേറ്റിന് 50 രൂപ. അതാണ് താങ്ങാൻ വയ്യാത്തത്. ഇത് നമ്മുടെ മസാലപ്പൂരി ആയിരുന്നു. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിച്ച് വാങ്ങിയതാണ്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഹോട്ടായിരുന്നു, സ്പൈസി ആയിരുന്നു, നല്ല എരിവുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തിന്ന് തീർത്തു. പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയതാ. നൈറ്റ് ഡ്രൈവാണ്. നൈറ്റ് എങ്ങനെയല്ലോ നമ്മുടെ ടൗൺ കാണാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഇന്നത്തെ ഒരു ദിവസം ഇതോടുകൂടെ തീർന്നു. ശുഭം.